സ്വപ്നങ്ങൾ തകർന്നു, കരുത്ത് ബാക്കിയില്ല, എന്നോട് ക്ഷമിക്കൂ, മത്സരിക്കാൻ ഇനി ശക്തിയില്ല, ഗുസ്തിയോട് വിട പറയുന്നു, ഗുഡ് ബൈ റെസ്ലിംഗ്. ഒളിമ്പിക്സ് 50 കിലോഗ്രാം ഗുസ്തി മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച തന്റെ വിരമിക്കൽ കുറിപ്പാണത്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലെ സെമിയിൽ യുസ്നെലിസ് ഗുസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിനേഷ് ഫൈനലിലെത്തിയത്. ഗുസ്തിയിൽ അയോഗ്യയായതിനെ തുടർന്ന് കായിക കോടതിയിൽ അപ്പീൽ നൽകിയായിരുന്നു. ആ കോടതിയുടെ വിധി വരാനിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനം. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയുടെ സെമി ഫൈനലിന് ശേഷം അനുവദിക്കപ്പെട്ടതിനേക്കാളും 2.7 കിലോഗ്രാം ഭാരം അധികമായിട്ട് വിനേഷ് ഫോഗട്ടിനുണ്ടെന്ന് ടീം ക്യാമ്പ് കണ്ടെത്തിയിരുന്നു. ഒളിമ്പിക്സ് ഗുസ്തിയുടെ ഓരോ കാറ്റഗറി മത്സരങ്ങളും രണ്ട് ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ, രണ്ടാമത്തെ ദിവസം ഫൈനൽ. ആദ്യത്തെ ദിവസത്തെ 3 നോക്കൌട്ട് മത്സരങ്ങൾക്ക് ശേഷം വിനേഷ് ഫോഗട്ടിന്റെ വെയിറ്റ് 52.7 കിലോഗ്രാം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു വിനേഷ് ഫോഗട്ടും പരിശീലകരും. അതിനുവേണ്ടി രാത്രി ഉറക്കം വിളച്ച് കഠിന പരിശ്രമങ്ങൾ നടത്തി. രക്തം ഊറ്റിക്കളഞ്ഞും മുടി മുറിച്ചും ആവിയിൽ പുഴുങ്ങിയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. രാവിലെ പ്രാദേശിക സമയം 7:15 ഒളിമ്പിക്സ് അധികൃതർ പരിശോധിക്കുമ്പോൾ വിനേഷ് ഫോഗട്ടിന്റെ വെയിറ്റ് 50.1 കിലോഗ്രാം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിച്ചതോടെ അത് വിനേഷ് ഫോഗട്ടിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഡീഹൈഡ്രേഷൻ കാരണം ഗെയിംസ് വില്ലേജിലെ ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഒളിമ്പിക്സ് വേദിയിൽ വിനേഷിന് നിർഭാഗ്യം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 2016 റിയോ ഒളിമ്പിക്സിൽ പരിക്കേറ്റിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വീണ്ടും നിരാശയുണ്ടായി. ഭാരം കുറച്ചതിനെ തുടർന്ന് ന്യൂറോ പ്രശ്നമുണ്ടായി. ഗോതയിലുള്ള എതിരാളിയെ കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇതാ 2024 പാരീസ് ഒളിമ്പിക്സിൽ നിശ്ചിത വെയിറ്റിനെക്കാട്ടും 100 ഗ്രാം കൂടിയതുകൊണ്ട് അയോഗ്യയായി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു താരം ഭാരത്തിന്റെ പേരിൽ അയോഗ്യത നേരിടുന്നത്.